സവാളയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് നെയ്ച്ചോറിന്റെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ സവാള ഇപ്പം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടി കുറഞ്ഞ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരു സവാള വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സവാളയുടെ ഈ ഭാഗമൊക്കെ ഒന്ന് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ നീളത്തിൽ ഇത് അരിയാണ്. അപ്പം ഞാനൊരു ബോർഡിൽ വെച്ച് അരിയുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ പിടിച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക, കട്ടി കുറഞ്ഞിട്ട്. അപ്പം എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നീളത്തിൽ കട്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ടി കുറഞ്ഞിട്ടാണ് ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സവാള മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തത്. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താട്ടോ. അപ്പോൾ ഈ പച്ചമുളകും നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ചെറുതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചെടുത്ത് ഇതും കൂടെ ഈ സവാളയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സുറുക്ക ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങളെ ഒരു പുളിക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ക്യാരറ്റിന്റെ ചെറിയൊരു ക്യാരറ്റിന്റെ പകുതി കഷ്ണമാണ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചൊരു ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരുപാട് ക്യാരറ്റ് ഇട്ടിട്ടില്ല. ഇനി ക്യാരറ്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കുക. അപ്പോൾ ഇത്ര സിമ്പിളാണ്. നമ്മൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നെയ്ച്ചോറിന്റെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.